بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون. فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു ജല്ല ജലാലുഹു അടുത്ത ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? വിജയം കൈവരിച്ച മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ശാരീരികമായ രംഗത്തും മാനസിക രംഗത്തും ക്ലിയറാണല്ലോ. ഉറച്ച ഈമാൻ അല്ലാഹുവിൽ അവനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നിസ്കാരം ഭക്തിപൂർവം അവൻ നിസ്കരിക്കുന്നുണ്ട്.
അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ട്. ഈ 3 കാര്യമുള്ളതോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സകാത്ത് എന്ന കർമ്മം പ്രവർത്തിക്കുന്നവരാണ്. ഇസ്ലാമിൽ വളരെ പ്രധാനമായ കർമ്മമാണ് സകാത്ത് നൽകൽ. ആ സകാത്ത് കൊടുത്തു വീട്ടുക എന്ന കർമ്മം അവർ നിർവഹിക്കുന്നവരാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സഹോദരന്മാരെ, സകാത്ത് എന്ന വാചകം അതിന്റെ നേരെ അർത്ഥം തന്നെ സംസ്കരണം, ശുദ്ധീകരണമെന്നാണ്. ശുദ്ധീകരണമെന്നാണ് ഒരർത്ഥം. കാരണം മനുഷ്യൻ മനസ്സ് ശുദ്ധിയാകണം, ശരീരം ശുദ്ധിയാകണം, ചിന്തകൾ ശുദ്ധിയാകണം. ആകയാൽ സംസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനാകണം. അത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പല സ്ഥലത്തും തസ്കിയത്ത്, സംസ്കരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആത്മാവും ശരീരവും സംസ്കരിക്കപ്പെടാൻ ആവശ്യമായ പലതും നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ മനുഷ്യന്റെ സമ്പത്തും ഒന്ന് സംസ്കരിക്കപ്പെടണം. ആ സമ്പത്തിന്റെ സംസ്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ വിഷയമാണ് സമ്പത്തിന്റെ സകാത്ത് നൽകുകയെന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹും ബിഹാ. ഓ നബിയേ, അവരുടെ ധനങ്ങളിൽ നിന്ന് തങ്ങൾ ധർമ്മം സ്വീകരിക്കുക. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും. ആ ധർമ്മം മുഖേന വതുസക്കിഹും ബിഹാ. ആ ധർമ്മം മുഖേന അവരെ അവിടുന്ന് സംസ്കരിച്ചെടുക്കുക, ശുദ്ധീകരിച്ചെടുക്കുക. ധർമ്മത്തിലൂടെ മനുഷ്യന് വലിയ ശുദ്ധീകരണമാണ്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, മൊത്തത്തിൽ തന്നെ ധർമ്മം മനുഷ്യന്റെ പാപം പൊറുപ്പിക്കുന്ന വിഷയമാണ്. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ തുത്ഫിഉൽ മാഉൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ, തീയിനെ വെള്ളം കെടുത്തിക്കളയുന്നത് പോലെ ധർമ്മം മനുഷ്യന്റെ പാപങ്ങൾ കെടുത്തിക്കളയുന്നതാണ്. ഏത് തെറ്റുകളും പൊറുക്കപ്പെടാൻ കാരണമാണ് ധർമ്മം. ധർമ്മം കൊണ്ട് മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നതാണ്. പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ധർമ്മം ചെയ്യൽ കൊണ്ടുള്ള പരിശുദ്ധി മനുഷ്യൻ കൈവരിക്കുന്നതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ധർമ്മങ്ങൾ രണ്ടിനമുണ്ട്. അതിൽ ഒരിനമാണ് സകാത്ത് എന്ന് പറയുന്നത്. അത് നിർബന്ധമായ ധർമ്മമാണ്, നിർബന്ധമായ ദാനമാണ്. അത് മുതലാളിയുടെ ഔദാര്യമല്ല, അവകാശികളുടെ, അർഹതപ്പെട്ടവരുടെ അവകാശമാണ്. ആ അവകാശം മുതലാളി കൊടുത്തില്ലെങ്കിൽ അവൻ ആ അവകാശത്തിന് അല്ലാഹു തആല അധികാരം നൽകിയിട്ടില്ല. അവന്റേതായി ആ സ്വത്ത് നിലനിൽക്കുന്നതല്ല. അതിൻ്റെതായ സമയം പൂർത്തിയാകുമ്പോൾ, 1 വർഷം തികഞ്ഞിട്ട് സകാത്ത് കൊടുക്കേണ്ട വസ്തുവാണെങ്കിൽ ആ 1 വർഷം തികയുന്നതോടുകൂടി ആ വസ്തുവിന്റെ അവകാശിയായി പാവപ്പെട്ടവൻ മാറിപ്പോയി. ഇനി ഈ മുതലാളിക്കതിന് അവകാശമില്ല. കൊടുത്തിട്ടില്ലെങ്കിലോ പാവപ്പെട്ടവന്റെ ഇവൻ കൈവശം വെക്കുകയാണ്. ഓ ബിസിനസ്സുകാരേ, മുതലാളിമാരേ, നിങ്ങൾ ശരിക്കൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. വളരെ വളരെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവരുണ്ട്. വളരെ പ്രയാസപ്പെട്ട് ആശുപത്രിയിൽ കിടന്ന് ചികിത്സയ്ക്ക് വഴിയില്ലാത്തവരുണ്ട്. വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുണ്ട്. പെൺകുട്ടികളെ വിവാഹത്തിന് സാധിക്കാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്, പലതിനും മുടിതുടിക്ക് മറുപടിയില്ലാത്തവരുണ്ട്. പക്ഷേ മുതലാളിമാരെ, അവരിൽ പലരും അവരുടെ കൈവശത്തിലിരിക്കുന്ന 3 സെന്റ് ഭൂമി, 5 സെന്റ് ഭൂമി, അവര് താമസിക്കുന്ന കട്ടപ്പുര, അവര് താമസിക്കുന്ന ചെറ്റപ്പുര, ആ പുരയ്ക്ക് ഒരു മുതലാളിക്കും അവകാശമില്ല. അവന്റെ കൈവശത്തിലുള്ള 3 സെന്റ് അവന്റേത് തന്നെയാണ്. പക്ഷേ
സകാത്ത് കൃത്യമായി കൊടുക്കാതെ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരാ, നിന്റെ കൈവശത്തിൽ കാണുന്ന സ്വത്തുക്കളില്ലേ, നിന്റെ സൂപ്പർ മാർക്കറ്റുകളില്ലേ, നിന്റെ കഫീരകളില്ലേ, നിന്റെ ഹോട്ടലുകളില്ലേ, നിന്റെ ബിസിനസ്സുകൾ ഉള്ള കച്ചവട സ്ഥാപനങ്ങളില്ലേ, നിന്റെ വാഹനങ്ങളില്ലേ, നിന്റെ കച്ചവടത്തിലായി നടക്കുന്ന വാഹനങ്ങളില്ലേ, അതുപോലെ നിനക്കുള്ള മറ്റു സ്വത്തുക്കളില്ലേ, അതിൽ പലതിലും ഈ 3 സെന്റുള്ള പാവപ്പെട്ടവൻ ഷെയറാണ് കേട്ടോ, അവന്റെ ഹക്കതിൽ കിടക്കുകയാണ് കേട്ടോ. നിന്നെപ്പോലെ അതപ്പതിച്ചവനാരാണ്? കാരണം ഈ 3 സെന്റുകാരന് മറ്റൊരാൾ ഹക്കവന്റെ കയ്യിലില്ല. സകാത്ത് കൃത്യമായി കൊടുക്കാത്ത മുതലാളിമാരെ, നിങ്ങളെ സ്വത്തുക്കളിൽ എത്ര പാവപ്പെട്ടവർക്കാണ് അവകാശമുള്ളത്? നിങ്ങൾ ആഖിറത്തിൽ വെച്ച് നിങ്ങൾ കുറവാകുന്നത് പോലെ കുറവാകുന്ന മനുഷ്യൻ ആരായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളോട് അവകാശം ചോദിക്കാൻ വരുന്നത് നിങ്ങളെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരല്ലേ? ഓരോ മനുഷ്യനും ആലോചിച്ചോളണം, സകാത്ത് അവനവന്റേതല്ല. നീ കെട്ടി പൂട്ടിവെക്കുന്ന സകാത്ത് നിന്റേതല്ല, അതേ അവകാശമാണ്. ഫീ അംബാലിഹിം, അവരുടെ സ്വത്തുക്കളിൽ അവകാശമാണ്. ആർക്കിലിസ്സാഇരി വൽ മഹ്റൂം, ചോദിക്കുന്ന യാചകനായ മനുഷ്യരും ആരോടും ചോദിക്കാതെ പട്ടിണി കിടന്നവനും മിണ്ടാതെ അവനവന്റെ ഞെരുക്കം മൂടിവെച്ച് ജീവിക്കുന്നവനും അങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശമാണ്. ഈ അവകാശം കൃത്യമായി കൊടുത്തേക്കണം. സകാത്തിന്റെ സമയമായാൽ അത് കൊടുക്കാൻ സൗകര്യപ്പെടുമാറ് നമുക്ക് സ്വത്ത് നമ്മുടെ കൈവശത്തിൽ ഉണ്ടായാൽ, കൊടുക്കാൻ അർഹതപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ടായാൽ ഉടനെ കൊടുത്തോളണം. ഒരു സമയവും നിനക്ക് നീട്ടിവെക്കാൻ, വരുന്ന റമളാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ പോലും അനുവദനീയമല്ല കേട്ടോ. കാരണം അതിന്റെ അവകാശികൾ ആവശ്യക്കാരാണ്. ആവശ്യക്കാർക്ക് ഉടനെ അതങ്ങ് കൊടുത്തോളണം. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു വളരെ ഗൗരവത്തോടെ പല സ്ഥലത്തും പറഞ്ഞൊരു വിഷയമാണ് സകാത്തിന്റെ വിഷയം. സകാത്ത് കൊടുത്തില്ലെങ്കിൽ നിന്റെ സമ്പത്ത് സംസ്കരിക്കപ്പെടാതെ, ശുദ്ധീകരിക്കപ്പെടാതെ നിന്റെ കൈവശത്തിൽ നിൽക്കുന്നു. നീ അങ്ങ് മരിച്ചാലോ, നീ മരിച്ചാൽ ഇന്ന് വരെ നീ കൊടുക്കാനുള്ള സകാത്ത്, ആ സകാത്തിന്റെ സമ്പത്തുകൾ മുഴുവനും നീക്കിവെച്ചിട്ടല്ലാതെ നിന്റെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ നിന്റെ അവകാശികൾക്ക് അവകാശമില്ല, അധികാരമില്ല. അത് നീക്കിവെച്ചിട്ടേ ഭാഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ നീ ഹജ്ജിന് പോകാൻ കഴിവുള്ളവനാണെങ്കിൽ നീ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ നിനക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യണം. അത് കുടുംബത്തിൽ നേരത്തെ ഹജ്ജ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് പോയി ഹജ്ജ് ചെയ്യാം. അങ്ങനെ നേരത്തെ ഹജ്ജ് ചെയ്തവരില്ലെങ്കിൽ നിനക്ക് വേണ്ടി, അല്ലെങ്കിൽ പോകാൻ കുടുംബത്തിൽ ആളുകളില്ലെങ്കിൽ, അല്ല കുടുംബത്തിൽ ആളുണ്ടായാൽ തന്നെയും നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഒരാളെ പണം കൊടുത്ത് അയക്കേണ്ടി വന്നാൽ അയക്കണം. അങ്ങനെ അയക്കാൻ വേണ്ടിയുള്ള തുക അതവിടെ നീക്കിവെച്ചിട്ടല്ലാതെ നിന്റെ സന്താനങ്ങൾക്കോ, നിന്റെ ഭാര്യമാർക്കോ, നിന്റെ ബാപ്പക്കോ, ഉമ്മക്കോ, നിന്റെ അവകാശികൾക്കോ സ്വത്ത് ഭാഗിച്ചെടുക്കൽ അനുവദനീയമല്ല. അല്ലാഹുവിന്റെ ഹക്ക് വീട്ടാതെ അത് ഭാഗിച്ചെടുക്കൽ അനുവദനീയമല്ല. സാധുക്കളുടെ അവകാശം വീട്ടാതെ അത് ഭാഗിച്ചെടുക്കൽ അനുവദനീയമല്ല. സകാത്ത് അത് പല മുതലാളിമാർക്കും അതിനെ സംബന്ധിച്ച് ബോധമില്ല. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടെയാണത് പറയുന്നത്. എത്രയെത്ര സ്ഥലത്താണ് അല്ലാഹു ജല്ല ജലാലുഹു സകാത്തിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓ മുസ്ലിമീങ്ങളെ, ചെറിയൊരു വിഷയമായി നമ്മളത് കാണരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സകാത്ത് കൊടുക്കാത്ത മനുഷ്യനെ സംബന്ധിച്ച് അവനുണ്ടാകുന്ന ശിക്ഷകൾ, അവനുണ്ടാകുന്ന ഗൗരവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനോദി നമ്മളെ പഠിപ്പിക്കുകയാണ്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, പൊന്നും പണവുമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് സകാത്ത് കൊടുക്കാത്തവർ, അത് ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കാത്തവർ,
ഫീ സബീലില്ലാഹ്, അല്ലാഹു തആല പഠിപ്പിച്ച വഴിയിൽ ചെലവഴിക്കാത്തവർ. ഇതിന്റെ തഫ്സീർ മഹാനായ ജലാലൈനി പോലും പറഞ്ഞത് കാണാം. ലാ യുഅദ്ദൂന മിൻഹാ ഹഖ്ഖഹു മിനസ് സകാത്തി വൽ ഖൈരി, സകാത്ത് കൊടുക്കേണ്ടത് സകാത്തായി കൊടുക്കാതെ, ഖൈറായ നിലയ്ക്ക് ചെലവഴിക്കൽ, കടപ്പാടുള്ളത് ചെലവഴിക്കാതെ, ഒരു മനുഷ്യൻ കൊടുക്ക് വീട്ടേണ്ടത് കൊടുത്തു വീട്ടാതെ കെട്ടിപ്പൂട്ടി വെച്ചാൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കപ്പെടുന്ന കടുത്ത ശിക്ഷ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. അള്ള പറഞ്ഞ ഭാഷ കണ്ടോ നിങ്ങൾ? അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവർക്ക് സുവിശേഷം? കടുത്ത ശിക്ഷ കൊണ്ട് സുവിശേഷം. നമ്മൾ ചിലപ്പോ ഗൗരവത്തോടെ പറയുമ്പോ കുട്ടികളോട് പറയാറില്ലേ, നീ അങ്ങ് വാടാ, നിനക്ക് ഞാൻ കോള് വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ കോള് വെച്ചിട്ടുണ്ട്, നീ അങ്ങ് വാടാ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതുപോലെ അള്ള പറയുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ. ബിഅദാബിൻ അലീം, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ. എന്താണ് ശിക്ഷ? അള്ള തന്നെ പറയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. ബിസിനസ് നടത്തിയിട്ട് ധാരാളം ലാഭമെടുത്തു പോകുമ്പോ സക്കാത്ത് കൊടുക്കാതെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ, പണം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് സക്കാത്ത് കൊടുക്കാതെ നീങ്ങുന്ന ഓ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവൻ സൂക്ഷിച്ചു വെച്ച ധനങ്ങൾ അതാ വെച്ച് ചൂടാക്കപ്പെടുന്നു, പലക പോലെയാക്കിയിട്ട് ചൂടാക്കപ്പെടുന്നു. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദൂറുഹും, സകാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച സ്വത്തെടുത്തിട്ട് ജഹന്നമാകുന്ന നരകത്തിൽ വെച്ച് ചൂടാക്കി. അതാ ആ പണവും നോക്കി രസിച്ച നിന്റെ മുഖം ഉൾക്കൊള്ളുന്ന നിന്റെ നെറ്റിയില്ലേ, നിന്റെ നെറ്റിക്ക് തന്നെ ജഹന്നമിൽ വെച്ച് ചൂടാക്കിയ വസ്തു നിന്റെ നെറ്റിയുടെ മേലെ വെച്ച് ചൂടാക്കുന്നു. വദൂറുഹും, പുറത്തും വെച്ചിടുന്നു. വജുനൂബുഹും, നിന്റെ ഓരോ ഭാഗങ്ങളിലും വെച്ചിടുന്നു. അങ്ങനെ മുഖത്തും പുറത്തും അകത്തും 4 ഭാഗത്തും ജഹന്നമാകുന്ന നരകത്തിൽ സകാത്ത് കൊടുക്കാതെ നീ കെട്ടിപ്പൂട്ടി വെച്ച സ്വത്ത് അത് കൊണ്ടുവന്ന് ചൂടാക്കിയിട്ട് നിനക്കിങ്ങനെ വെച്ച് വെച്ച് തരികയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ആ സമയത്ത് ആ മുതലാളിയോട് പറയപ്പെടുന്ന വാക്കാണ് ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, നിന്റെ ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി, നിനക്ക് ഉപകാരത്തിന് വേണ്ടി നീ സൂക്ഷിച്ചു വെച്ചതല്ലടാ. അള്ള പറഞ്ഞ അവകാശം പാവപ്പെട്ടവന് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതല്ലേ. ശരിക്ക് രുചി നോക്കിക്കൂ. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ഈ സമ്പത്തിന്റെ രുചി നന്നായി രുചി നോക്കിക്കൂ. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയാണ്, ഓ സഹോദരന്മാരെ, ഇത് ഖുർആനിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസമുണ്ടോ? കൃത്യമായി കണക്ക് നോക്കി സകാത്ത് കൊടുത്തേക്കണം. നമ്മുടെ നാട്ടിൽ ഒട്ടകത്തിന്റെ സകാത്ത് കൊടുക്കേണ്ടവർ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ആട്ടിന്റെയും പശുവിന്റെയും ഒക്കെ സകാത്ത് കൊടുക്കൽ ആവശ്യമുണ്ടാകുന്നവരും കുറവാണ്. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചപ്പോൾ വിശദീകരിക്കുന്നില്ല. മിനിഞ്ഞാന്ന് എന്നെ ഒരാള് വിളിച്ചു, കേരളക്കാരനല്ല, വേറൊരാളാണ്. അദ്ദേഹം സിറാജുൽ ഹുദയിൽ ഒരു ദിക്ർ ഹൽഖയിൽ പങ്കെടുത്തിരുന്നു. അത് ഞാൻ ദുആ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സിറാജുൽ ഹുദക്ക് 2 കോടി റുപ്പിയോളം സ്ഥലങ്ങൾ എടുത്തിട്ട് കടമുണ്ട്,
അതുകൊണ്ട് ദിക്ർ ഹൽക്കയിൽ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കടം വീടാൻ വേണ്ടി ഇപ്പോ വളരെ അത്യാവശ്യമായി മേലെയും നമ്മളെ കയ്യിലുണ്ട്, താഴെയും നമ്മളെ കയ്യിലുണ്ട്, മധ്യത്തിലൊരു സ്ഥലം, അവിടെ ഒരു സ്ഥലം എടുക്കൽ നിർബന്ധമായതുകൊണ്ട് കുറ്റ്യാടിയിൽ എടുക്കേണ്ടി വന്നു. അതിന് ഒരു 10-60,000 ഉറുപ്പികയുടെ മേലെ സെന്റിന് കൊടുക്കേണ്ടി വന്നു. ഈ കടൊക്കെ ഉള്ളതോടുകൂടി അതും കച്ചവടം ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഒരു ഹൽക്കയിൽ ഹൽക്കൊക്കെ കഴിഞ്ഞു പോയതിനു ശേഷം കേരളത്തിന്റെ പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ ചോദിച്ചു, അതിന് മൊത്തം എത്ര സംഖ്യ വരും? ഞാൻ പറഞ്ഞു 35 ലക്ഷം ഉറുപ്പികന്റെ മേലെ വരും. സ്വകാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളും ഞാനും അള്ളാഹുവും അല്ലാതെ അറിയരുത്, അങ്ങനെ മൂപ്പര പരിചയമുള്ള ആരോടും പറയരുത്, അത് തീർത്തും ഞാൻ തരുന്നു. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും സന്താനങ്ങൾക്കും അള്ളാഹു സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ട് ലോകത്ത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ പറഞ്ഞ ആ വ്യക്തി 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആട്ടിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ ആട്ടിനെ അറുത്തിട്ട് കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. മസാല ചോദിച്ചാൽ അയാൾ ആട്ടിന്റെ സക്കാത്ത് കൊടുക്കാനുണ്ടാവും. അവരോട് ചോദിച്ചു, ആട്ടിനെ അറുത്തിട്ട് കൊടുത്താൽ മതിയോ? ഞാൻ പറഞ്ഞു പോരാ, ആട്ടിനെ അറുത്താ പിന്നെ അത് ആടല്ല, പിന്നെ മാംസാണ്, ഭക്ഷണം. ആട്ടിനെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആടല്ല, അത് മാംസാണ്. മാംസം കൊടുത്താൽ പോരാ, ഭക്ഷണമായി പോയി. അതുകൊണ്ടാണ് അതിന്റെ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ പല രംഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞ സമയം പോകുന്നതുകൊണ്ട് കൊണ്ട് കിടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആട്ടിന് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാകും. അപ്പൊ അയാൾ നല്ല പൈസ തരാന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ പൈസ ഒന്നും വേണ്ടാന്ന് വിചാരിക്കണ്ട. അത് പുതിയ സ്ഥലം എടുത്തതിനാണ്. അതിന്റെ ശേഷം പിന്നെയും സ്ഥലം എടുത്തിട്ടുണ്ട്. മുമ്പെടുത്ത സ്ഥലത്തിനൊക്കെ കടം വീട്ടാനുണ്ട്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ വയറ് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ തീർക്കൂ. അതിലിടക്ക് നിങ്ങളൊക്കെ നല്ല സംഭാവന തരണം. എന്തിന്? സ്ഥലത്തിന് കൊല്ലം പൈസ ചോദിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഈ സ്ഥലത്തിനൊക്കെ നിങ്ങളോട് പൈസ വെച്ചു, നിങ്ങളൊക്കെ കഴിവനുസരിച്ച് ഓരോരുത്തരും തന്നു. പിന്നെയും പലരും തന്നു. ഇപ്പോഴും ഇന്നലെയും തന്നവരുണ്ട്. ആ വകയിൽ പൈസ തന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. എന്നാൽ പൂർത്തിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കിയില്ല. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു പൂർത്തീകരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മളെടുത്ത ആ സ്ഥലം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വിദേശ രാജ്യത്തുള്ള സൗദി അറേബ്യയിലുള്ള ദമാമിലെ പ്രവർത്തകന്മാർ താല്പര്യം പ്രകടിപ്പിച്ച് ഒരു ബിൽഡിങ്ങിന്റെ പ്ലാന് അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കതിന് എല്ലാ കഴിവുകളും അള്ളാഹു നൽകട്ടെ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നാട്ടിൽ വെച്ച് സഹായിക്കുന്നവരുണ്ട്, അവർക്കും അള്ളാഹു ജല്ല ജലാലുഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദാറുൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട്. അവിടെ നമ്മുടെ സ്ഥലത്തിന്റെ 4 ഭാഗത്തും ചുറ്റുമതിൽ കെട്ടണം. അത് നന്നായിട്ട് മതിൽ കെട്ടൽ ആവശ്യമാണ്. അതിന് നിങ്ങളൊക്കെ കല്ല് തരണിക്കൊല്ലോ, എല്ലാവരും കല്ല് തരണം. ഞാൻ മരിച്ചുപോയി, നിങ്ങളും മരിച്ചുപോയാലും കല്ല് അവിടെ തന്നെ ഉണ്ടാവും. മതിലും അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. നമ്മളൊക്കെ മരിച്ചു പോകും. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതിന് 1 ലോഡ് കല്ല്, 2 ലോഡ് കല്ല്, 10 ലോഡ് കല്ല്, 5 ലോഡ് കല്ല്, 1/2 ലോഡ് കല്ല്, അങ്ങനെ തരണം. കുറെ ചെങ്കല്ലും ആവശ്യം ഉണ്ട്. അതിന് കുറെ ആളുകൾ ചെങ്കല്ലും തരണം. അത് എത്ര നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ തരണം. നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ വരിയിൽ കരുതി കൊടുക്കണം. ഞാനൊരു ചെറുപ്പക്കാരൻ ഇതിന്റെ മുമ്പ് കുറ്റ്യാടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തൊരു ഏകദേശം ഒരു 5-8 ലക്ഷം ഉറുപ്പിക ചിലപ്പോൾ ചെലവ് വരും. ഇവിടെ നിർബന്ധമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ചെറുപ്പക്കാരാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം 1.5 ലക്ഷം ഉറുപ്പിക തന്നിട്ടുണ്ട്. ബാക്കി കൂടി തരാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യട്ടെ.
അങ്ങനെ കൊടുക്കുന്ന പല ആളുകളുണ്ട്. ഈ പള്ളി നിർമ്മിച്ച സ്ഥലം, അതിന് ഒരു മലയാളി തന്നെ 15 ലക്ഷം ഉറുപ്പികളും എനിക്ക് തരാമെന്ന് പറഞ്ഞു. 10 ലക്ഷം ഉറുപ്പികൾ അയാൾ തന്നു. പിന്നെ അയാൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി, തരാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് അയാൾ പിന്നെയും രണ്ടാമത് ജോറായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ബാക്കി പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ദുനിയാവ് അങ്ങനെയാണ്, ദുനിയാവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എല്ലപ്പോഴും എല്ലാ സ്ഥലവും മലയല്ല, എല്ലാ സ്ഥലത്തും കുഴിയുമല്ല, എല്ലാ സ്ഥലത്തും കല്ലല്ല, എല്ലാ സ്ഥലത്തും മണ്ണുമല്ല, എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടൂല, എല്ലാ സ്ഥലവും വെള്ളം കിട്ടാത്തതുമല്ല. അങ്ങനെ ദുനിയാവിന്റെ ഹാലി, അതിന്റെ പടപ്പത്തരം തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ബശ്ശിരിസ് സാബിരീന അല്ലദീന إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യമുണ്ടാവും. ഖുർആൻ പറയാൻ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് അനുഭവിക്കുമ്പോ ഖുർആൻ അതിനെ സംബന്ധിച്ച് 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോ അടുത്ത് ഒരു ഷാർജയിൽ ഒരു അറബിന്റെ അടുത്ത് പോയി. അദ്ദേഹം പണികെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പൈസ തരാനുണ്ട്. എനിക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെലവാക്കി പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പൊ സാമ്പത്തിക മാന്യാണ്. ഞാൻ ഉടനെ ഈ ആയത്ത് ഓതി കൊടുത്തു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി. അല്ലാഹു തആല ചിലപ്പോൾ നിങ്ങൾ ചില പേടി തന്നിട്ട് പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ചിലപ്പം വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ചിലപ്പോൾ സാമ്പത്തിക മാന്യം തന്നിട്ട് പരീക്ഷിക്കും. ശരീരത്തിൽ പലരെയും കൊല്ലപ്പെട്ടിട്ടും മരിച്ചിട്ടും പരീക്ഷിക്കും. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തരും. അപ്പോഴൊക്കെ അപ്പോൾ ക്ഷമിച്ച് നിൽക്കുന്നവർക്ക് സന്തോഷം അറിയിക്കണം നബിയേ. അവരുടെ സ്വഭാവമാണ് الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. എന്ത് മുസീബത്ത് വന്നാലും അവരുടെ വാക്കിൽ അനാവശ്യമായ ഒന്നും വരൂല. ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തവനല്ലേ, പിന്നെ എന്തിനാ എന്റെ കച്ചവടത്തിൽ പൊളിവ് വന്നത്? ഞാൻ ഒരുപാട് കൊടുത്തവനല്ലേ, പിന്നെ എന്തേ എനിക്ക് എന്റെ സാധനം കട്ടുപോയത്? ഇങ്ങനത്തെ ഒരു തോന്നിവാസവും അവൻ പറയൂല. അവൻ പറയും ഇന്നാ ലില്ലാഹി, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അവന്റെ ഇഷ്ടം പോലെ അവൻ കൈകാര്യം ചെയ്യും. അതിൽ നമുക്ക് ഒരു പ്രതിഷേധവുമില്ല. അല്ലാഹുവിന്റെ ഏത് തീരുമാനവും എനിക്ക് സംതൃപ്തിയാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. എന്ത് മുസീബത്തിനും അല്ലാഹു പ്രതിഫലം തരും. അതാണ് ഒരു മുഅ്മിൻ. ഈ ആയത്ത് ഓതിക്കൊടുത്തു. ആയത്ത് ഓതിക്കൊടുത്ത ഉടനെ ഈ ആൾ എന്നോട് പറഞ്ഞു, ഈ ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത്? എനിക്ക് സൂറത്ത് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഒരാളെ വിളിച്ചു. അയാളെ വിളിച്ചപ്പോൾ സൂറത്തുൽ ബഖറയിലാണ്. ഞാൻ പെട്ടെന്ന് മുസ്ലിപ്പെടുത്ത് അൽ ബഖറയിൽ നിന്ന് നോക്കി എടുത്ത് കാണിച്ചു കൊടുത്തു. ഇയാൾ പെട്ടെന്ന് ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാ അറബിയർക്കും കൊടുക്കാൻ വേണ്ടി, ഇത് ഈ ആയത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇയാൾ വിതരണം തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക മാന്യം വരുമ്പോഴും പരിശുദ്ധ ഖുർആൻ 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ സാമ്പത്തിക മാന്യം വരും, സ്വാഭാവികമാണ്. അവിടെയൊന്നും മുഅ്മിനായ മനുഷ്യന് പതറേണ്ടതില്ല. മുഅ്മിനായ മനുഷ്യൻ അവിടെ ഒന്നും ബേജാറാകേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖജനാവ് എന്നും നിറഞ്ഞു കിടക്കുന്നതാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് വേണം മനുഷ്യൻ ദീനീ പ്രവർത്തനം നടത്താൻ, ഏത് പ്രവർത്തനവും നടത്താൻ. ഒരൽപ്പവും ഒരു വിഷയത്തിലും പതറേണ്ടതില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു കാരണങ്ങളുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളുമായി ബന്ധപ്പെടാം. അതിൽ പെട്ടതാണ് സംഭാവന കിട്ടാൻ വേണ്ടി നിങ്ങളോടൊക്കെ ചോദിക്കാന്നുള്ളത്. അത് കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് തരേണ്ടവൻ അല്ലാഹുവാണ്. തരുന്ന എങ്ങനെ എനിക്കറിയില്ല, അത് അല്ലാഹുവിങ്കലാണ്. അതിലാർക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞോ അവർക്കത് ആഖിറത്തിൽ ഉപകരിക്കുന്നതായിരിക്കും. നിയ്യത്ത് നല്ലതാണ്, ഇല്ലെങ്കിലോട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരു കവർ കൊടുത്തയക്കുന്നുണ്ട്. എല്ലാവരും കവർ വാങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലോഡ് കാലിന്റെ പൈസെങ്കിലും, ഇല്ലെ ഒരു അര ലോഡ് കാലിന്റെ പൈസെങ്കിലും എല്ലാവരും ഇട്ട് കൊണ്ടുത്തരണം. നമുക്കതിന് മതിൽ കെട്ടൽ നിർബന്ധമാണ്. അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്പം കാര്യങ്ങൾ കൂടി സക്കാത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയും. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അത് ജീവിതത്തിൽ പകർത്താനും
അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൊടുക്കുന്നവന് റബ്ബ് കൊടുക്കും. ഹദീസിൽ കാണാം, ബൈനാ റജുലുൻ ബിഫലാത്തിൻ മിനൽ അർളി, ഒരാളിങ്ങനെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, കാർമേഘത്തിൽ ഒരു ശബ്ദം, ഇസ്ഖി ഹദീഖത ഫുലാൻ. അഡ്രസ് പറഞ്ഞുകൊണ്ട് ഇന്ന ഒരു മനുഷ്യന്റെ തോട്ടത്തിന് പോയി വെള്ളം കൊടുക്കണം. കാർമേഘത്തിലുള്ളൊരു ശബ്ദം. അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ശരിക്ക് ബോധ്യപ്പെടാത്തതൊക്കെ ഉണ്ടായി എന്ന് പറയുകയും ചെയ്യരുത്. മിന്നാന്ന് ഞാൻ രാത്രി വീട്ടിലെത്തി. അപ്പോൾ കർണാടക എന്നൊരു ഫോണ് ചന്ദ്രന്റെ മേലെ മുഹമ്മദ് എഴുതി വെച്ചിട്ട് നിങ്ങൾ കണ്ടോ ഉസ്താദേ എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഉണ്ട് ഉസ്താദേ, ശരിക്ക് കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഞമ്മക്ക് കുറച്ച വിശ്വാസം ഉണ്ട് അഷഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ചന്ദ്രന്റെ മേലെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഉണ്ട്. ഞാൻ ഏതായാലും പുറത്തു വന്ന് ഒന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടില്ല, എഴുതിയത് കണ്ടില്ല. ഞാൻ അകത്ത് പോയി, ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോ പലരും പറയുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാനിവിടെ ഇങ്ങനെ പോകുമ്പോ ആരോ പറഞ്ഞു ഇപ്പൊ ശരിക്കും കാണുന്നുണ്ട് ഇത്. ഇതേപോലെ തങ്ങളോട് ആരോ വിളിച്ചു പറഞ്ഞു വിടുന്നോ, അതുപോലെ ഇബ്രാഹിം ഉസ്താദിനോട് പറഞ്ഞു, പലരോട് പറഞ്ഞു ഞങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ചിലർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും കണ്ടു. അള്ളാഹു ആയാലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. രണ്ടായാലും നമുക്ക് വ്യക്തമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യം സ്ഥിരപ്പെട്ടതുപോലെ സംസാരിക്കരുത്. അതെന്തേ? ചിലപ്പോ നമ്മളെ കൊടുക്കാൻ വേണ്ടി യഹൂദികളും ക്രിസ്ത്യാനികളും മതവിരോധികളുമൊക്കെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുവിടും. ചിലപ്പോ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും അവർ പലതും എഴുതിവിടും. നമ്മളത് വിവരമില്ലാതെ പാടി നടന്ന് കുറച്ചു ദിവസം കഴിയുമ്പോ അതില്ലാത്തതാണ് എന്ന് കഴിയുമ്പോ ഇങ്ങനെ തന്നെ ഞങ്ങളെ വിശ്വാസമൊക്കെ എന്നായിരിക്കും പിന്നെ അവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് ശരിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ഒരിക്കലും പറഞ്ഞേക്കരുത്. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ അറിയില്ല, ദേവാ കോളേജിലെ കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിച്ചപ്പോ അവരോട് പറഞ്ഞ മറുപടി ഇപ്പൊ പറയാം. അതിലെടുക്കൂ സെയിം മാഷ് സൂചിപ്പിച്ച് എന്താന്ന് ചോദിച്ചാല് ചിലപ്പോ ഒരു ലോഡ് കല്ലും അരലോട് കല്ലൊന്നും തരാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്? അവർ ഒരു കല്ലിന്റെ പൈസ കൊടുക്കണം. ഒറ്റ കല്ലിന്റെ പൈസ, ഒരു കല്ലിന്റെ പൈസ കൊടുക്കാൻ ആർക്കും കഴിയില്ലേ? അങ്ങനെ കൊടുക്കണം. അങ്ങനെ അവരവരെ കഴിവനുസരിച്ച് എല്ലാവരും കൊടുക്കണം. കവർ എല്ലാവരും വാങ്ങണം. കല്ല് ഈ കവറിൽ കൊള്ളൂല വിചാരിച്ചിട്ട് കവർ വാങ്ങാനിരിക്കണ്ട. കല്ലെന്തായാലും അതിൽ കൊള്ളൂല. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മകൻ മരണപ്പെട്ടു. അന്ന് തന്നെ സൂര്യഗ്രഹണമുണ്ടായി. പലരും പറഞ്ഞു സൂര്യന് ഗ്രഹണമുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ മരിച്ചതുകൊണ്ടാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും തന്നെ ഒരാൾ മരിച്ചതുകൊണ്ടോ ജനിച്ചതുകൊണ്ടോ സൂര്യന് ഗ്രഹണമുണ്ടാവുകയില്ല. സൂര്യന് ഗ്രഹണമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് എന്റെ മകൻ മരിച്ച വകയിലാണ് ഗ്രഹണമെന്ന് നിങ്ങൾ പറഞ്ഞു വരത്തണ്ട. ഇതെന്നവിടുന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മുന്നിൽ ഈ ഹദീസ് കാണുമ്പോ അവർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യഗ്രഹണമെന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചില്ല. കാരണം അത് അശാസ്ത്രീയമായ ഒരു വിശ്വാസമാണ്. അതിനെ അപ്പോൾ തന്നെ ചോദ്യം ചെയ്തവരാണ് ഞങ്ങളുടെ നേതാവ് എന്ന അഭിമാനത്തോടെ നെഞ്ഞൂക്കൂടെ പറയാൻ കഴിയും. അത് പറയാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിച്ചത്. അതുകൊണ്ട് വ്യക്തമായി രേഖയില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ പറഞ്ഞു പോകരുതെന്നും പറഞ്ഞു പരത്തരുതെന്നും ഉണർത്തുകയാണ്. വല്ലവർക്കും അങ്ങനെ ബോധ്യപ്പെട്ടവനത് കണ്ടുകൊണ്ടവിടെ നിന്നുകൊള്ളട്ടെ, അതിന് വിരോധമില്ല. അല്ലാഹുവിന്റെ തെളിവുകൾ പല സ്ഥലത്തും പല വിധത്തിലും കണ്ടേക്കാം, കണ്ട് കൂടെന്നെന്നും പറയേണ്ടതില്ല. അതേ സമയത്ത് വ്യക്തമായി തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവിടുന്ന് അതാ മനസ്സിലാക്കി അറിഞ്ഞ കാര്യം പറയുകയാണ്. ഒരു ദിവസം ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ കാർമേഘത്തിൽ നിന്ന്
ശബ്ദം കേൾക്കുകയാണ്, ഇന്ന ഒരു മനുഷ്യന്റെ തോട്ടത്തിന് പോയി വെള്ളം കുടിപ്പിക്കണം. അത് കേട്ടതിന്റെ ഉടനെ തിരിഞ്ഞു നോക്കുമ്പോ ആ മേഘം ഇങ്ങനെ നീങ്ങുകയാണ്. ആ വെള്ളം നേരെ പോയിട്ടൊരു സ്ഥലത്ത് കൽഭൂമിയിൽ പോയി മഴ പെയ്യുകയാണ്. ആ വെള്ളം അവിടെ നിന്നൊരു ചാലിലൂടെ നീങ്ങുകയാണ്. ആ ചാല് അതാ ഒരു തോട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ തോട്ടത്തിലൊരാള് അതാ ആയുധമുപയോഗിച്ച് ഉപകരണമുപയോഗിച്ച് വെള്ളം ഓരോ സ്ഥലത്തേക്കും അദ്ദേഹം പടന്ന കൈക്കോട്ട് പോലുള്ള ആയുധമുപയോഗിച്ച് തിരിക്കുകയാണ്. ഈ കേട്ട മനുഷ്യൻ പോയിട്ട് വെച്ചു, യാ അബ്ദുല്ലാഹ് മസ്മുക, അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, അതിന്റെ പേരെന്താണ്? പേര് പറഞ്ഞു നോക്കുമ്പോൾ ഇസ്മുല്ലദീ സമിഅ ഫി സഹാബ, കാർമേഘത്തിൽ കേട്ട അതേ പേരാണ്. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്റെ പേരന്വേഷിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇന്നീ സമീത്തു സൗത്തം ഫി സഹാബില്ലദീ ഹാദാ മാഉഹു, ഈ ഒലിച്ചു വരുന്ന വെള്ളം ഒരു കാർമേഘത്തിൽ പെയ്ത മഴയാണ്. ആ കാർമേഘത്തിൽ നിങ്ങളെ പേര് പറയുന്നത് ഞാൻ കേട്ടു. ആ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തോട്ടത്തിന് വെള്ളം നൽകണമെന്ന ഓർഡർ ഞാൻ കേട്ടു. എല്ലാവരുടെ കേൾവിയും ഒരുപോലെയല്ല, എല്ലാവരുടെ കാഴ്ചയും ഒരുപോലെയല്ല, എല്ലാവരുടെ കഴിവും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ചിലര് കണ്ടത് മറ്റൊരുത്തൻ കണ്ടുകൊള്ളണമെന്നില്ല, ഒരാൾ കേട്ടത് മറ്റൊരാൾ കേട്ടുകൊള്ളണമെന്നില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ മഹാൻ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തോട്ടത്തിന് വെള്ളം കൊടുക്കണമെന്ന ഓർഡർ ഞാൻ കാർമേഘത്തിൽ കേട്ടതാണ്. നിങ്ങൾ എന്താണ് സൽക്കർമ്മം ചെയ്യാറ്? അദ്ദേഹം മറുപടി പറയുന്നു, നിങ്ങളിത് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം, ഞാൻ എന്റെ തോട്ടത്തിൽ കൃഷി ചെയ്ത് കൃഷി കിട്ടിയാൽ അതിന്റെ 1/3 സദഖ ചെയ്യലാണ്, 1/3 ഞാൻ എന്റെ ആവശ്യത്തിന് ഉപയോഗിക്കലാണ്, എന്റെയും കുടുംബത്തിനും വേണ്ടി നീക്കിവെക്കലാണ്, 1/3 ഞാൻ ദുഃഖിന് വേണ്ടി മാറ്റിവെക്കലാണ്. ഇതാണ് എന്റെ പതിവ്. അപ്പൊ ആകെ കിട്ടുന്ന സ്വത്തിൽ നിന്ന് 1/3 ധർമ്മം ചെയ്യുന്ന പതിവുള്ള മനുഷ്യന്റെ തോട്ടത്തിന് പ്രത്യേകം വെള്ളം കൊടുക്കാൻ കാർമേഘത്തിന് ഓർഡറാണ്. സഹോദരന്മാരെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സംഭവം കാണാം. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് കൊടുക്കുന്നവനെന്ന് മനസ്സിലാക്കി ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് കൊടുക്കാൻ നാം തയ്യാറാകണം. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൊടുക്കാൻ നിർദ്ദേശിച്ചത് കൊടുക്കാൻ നാം തയ്യാറാകണം. ഒരിക്കലും തന്നെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിച്ചു, മൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു തആല സ്വത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സകാതഹു, എന്നിട്ട് ആ സകാത്ത് കൊടുക്കേണ്ട സ്വത്തിന്റെ സകാത്ത് അവൻ കൊടുത്തില്ല, മുസ്സില ലഹു മാലുഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖാൽ ലഹു സബീബതാൻ, ആ പറഞ്ഞ അവന്റെ സ്വത്ത്, ആ സ്വത്തിനെ അതാ ഖിയാമത്ത് നാളാകുന്ന സമയത്ത് ആ സ്വത്തിനെ അല്ലാഹു ജല്ല ജലാലുഹു ഒരു പടുകൂറ്റൻ പാമ്പായി രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരു പടുകൂറ്റൻ പാമ്പ്, ലഹു സബീബതാനി, അതിന്റെ കണ്ണിന്റെ മേൽഭാഗത്ത് വല്ലാത്ത 2 കറുത്ത കുത്താണ്, വല്ലാതെ വിഷമുള്ള പാമ്പ്. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതവന്റെ പെരടിയിൽ അതാ ചുരുട്ടിക്കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ പാമ്പ് അവന്റെ 2 കവിൾത്തടം അവന്റെ കഴുത്തിൽ ചുരുട്ടിയിരിക്കുന്ന പാമ്പ്. ആ പാമ്പ് എന്താണെന്നാ പറഞ്ഞത്? അവൻ സക്കാത്ത് കൊടുക്കുന്നത് കെട്ടിപ്പൂട്ടി വെച്ച സ്വത്താണ്. അത് പാമ്പിന്റെ രൂപത്തിൽ അല്ലാഹു തആല രൂപപ്പെടുത്തിയതാണ്. അത് കഴുത്തിലിങ്ങനെ ചുരുണ്ടി കിടക്കുന്ന പാമ്പ് അവന്റെ 2 കവിൾത്തടത്തിലും കൊത്തി വലിക്കുന്നു.
ആ സമയത്ത് ആ പാമ്പിങ്ങനെ പറയുകയാണ്, അനമാലുക അനകൻസുക അനമാലുക അനകൻസുക അനമാലുക അനകൻസുക, ഞാൻ നിന്റെ ധനമാണടോ, ഞാൻ നിന്റെ സ്വത്താണടോ, ഞാൻ നിന്റെ ധനമാണടോ, ഞാൻ നിന്റെ സ്വത്താണടോ. അതിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ആ കവിൾത്തടം കൊത്തി കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്തതിന് തെളിവായി ഓതിയിട്ടുമുണ്ട്. എന്നാ സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ കാണാം ആ പ്രവർത്തനം 50,000 കൊല്ലത്തോളം അവനത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ചെറിയ വിഷയമല്ല അവനവൻ കൊടുക്കാനുള്ള സകാത്ത് കൊടുക്കാതിരിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫില്ലത്തിൻ ലാ യുദ്ദി മിൻഹാ ഹഖഹാ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമത്തി സഫിയതുഹു സഫാഇഹു മിന്നാർ ഫഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം ഫയുഖ്വാ ബിഹാ ജംബുഹു വജബീനുഹു വൽഹുറുഹു. നേരത്തെ ഖുർആനിൽ പറഞ്ഞ കാര്യം അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എടുത്തു പറയുകയാണ്. ഒട്ടകത്തിനെയും പശുവിനെയും ആട്ടിനെയും ഒക്കെ സകാത്ത് കൊടുക്കാനുണ്ടായിട്ട് കൊടുക്കാത്തവരെ വളരെ മിനുസമായൊരു സ്ഥലത്ത് കിടത്തിയിട്ട് ആ ജീവികൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയും ചവിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യലവന്റെ ശിക്ഷയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഈ സകാത്ത് കൊടുക്കാതെ പണം കെട്ടിപ്പൂട്ടി വെച്ചവൻ അവനുണ്ടാകുന്ന അദാബ് അത് വളരെ ഗൗരവമുള്ളത് തന്നെ. സഹോദരന്മാരെ, അതുകൊണ്ട് സകാത്ത് കൃത്യമായി കൊടുത്തിരിക്കണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. തൗഹീദ് എന്ന് പറയുന്നത് 2 ഷഹാദത്ത് കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം മനസ്സിലുറപ്പിച്ച് വ്യക്തമായി പ്രഖ്യാപിക്കലാണ്. ഫഇൻഹും അതാഉ ലിദാലിക, അതിനവർ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് അവരോട് പറയണം, അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാത്രിയിലും പകലിലും 5 നേരം നിസ്കാരം നിർബന്ധമുണ്ട്, അതവർ നിർവഹിച്ചേ പറ്റൂ. ഫഇൻഹും അതാഉ ലിദാലിക, അതും അവർ അംഗീകരിച്ചാൽ ഫഅലിഹും ആദേ, നീ ആ ജനങ്ങളെ പഠിപ്പിക്കണം. അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം സദഖതൻ, അല്ലാഹു തആല ധർമ്മം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരെ കൂട്ടത്തിലുള്ള ധനികന്മാരിൽ നിന്ന് സകാത്ത് വാങ്ങേണ്ടതാണ്. അത് കൊടുക്കപ്പെടേണ്ടത് ഫുഖറാക്കൾ സാധുക്കൾക്കാണ്, സാധുക്കളിലേക്ക് അത് നീക്കേണ്ടതാണ്. ഇത് അവരോട് പറയണം. അതവർ അംഗീകരിക്കാതെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ സാധ്യമല്ല. ഫഇയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ സ്വത്തുക്കൾ ഏറ്റവും മുന്തിയത് പോയി നീ ഭരണാധികാരിയായ നീ പിടിച്ചേക്കരുത്. വത്തഖി ദഅവത്തുൽ മദ്ലൂം, ഒരിക്കലും തന്നെ ആരെയും നീ ആക്രമിക്കരുത്, ആരെയും നീ മർദ്ദിക്കരുത്. മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അത് നീ പ്രത്യേകം സൂക്ഷിക്കണേ. മാതേ ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെട്ടവന്റെയും അല്ലാഹുവിന്റെയും അടുക്കൽ ഒരു ഹിജാബും ഒരു മറയുമില്ലേ. അതുകൊണ്ട് ആരെയും നീ ആക്രമിക്കരുത്. അക്രമമായി നീ ആരെ മർദ്ദിച്ചാലും ആരെ വിഷമിപ്പിച്ചാലും അവന്റെ ദുആക്ക് വല്ലാത്ത ഇജാബത്താണ് മുആദേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി അവകാശം സകാത്ത് അത് സാധുക്കൾക്ക് കൊടുക്കണമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. സകാത്തിന്റെ മറ്റ് ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെ പറയാം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സമീപത്ത് കുറെ താബീങ്ങളായ ആളുകൾ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ ഒരു വ്യക്തിയാണ്. അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. കാണാൻ വേണ്ടി ചെന്നപ്പോ
ബഹുമാനപ്പെട്ടവരുമായി കണ്ട് സംസാരിച്ചു. മഹാന്മാരെ കാണാൻ പോവുക എന്നത് സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. മഹാന്മാരെ സന്ദർശിക്കുക എന്നത് പുണ്യകർമ്മമാണ്. മഹാന്മാരുടെ മുഖത്ത് നോക്കുക എന്നത് തന്നെ പുണ്യകർമ്മമാണ്. കഅബത്തിലേക്ക് നോക്കൽ പുണ്യകർമ്മമാണ്. അതുപോലെ സഹോദരന്മാരെ മുസ്ഹഫ് തുറന്നു നോക്കുന്നത് പുണ്യകർമ്മമാണ്. മഹാന്മാരെ മുഖത്ത് നോക്കൽ പുണ്യകർമ്മമാണ്. അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയ ആളുകൾ സന്ദർശനത്തിന് ഇന്ന് മഹാനവറുകളുമായി കുറെ നേരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരാളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരിച്ച മനുഷ്യന്റെ സഹോദരനെ നമുക്ക് പോയിട്ടൊന്ന് കണ്ണോക്ക് കാണാൻ വേണ്ടി പോകണം. കണ്ണോക്കിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ കൂടെ താബീങ്ങളായ മഹാന്മാരും കൂടെ അങ്ങ് പോയി. അവരവിടെ ചെന്നു നോക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരയുകയാണ്. വല്ലാത്ത കരച്ചില് കരയുകയാണ്. മുഹമ്മദ് ബിൻ യൂസുഫുൽ ഖർബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാളുടെ കരച്ചില് കണ്ടപ്പോൾ ഞങ്ങൾ കുറെ സമാധാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അദ്ദേഹത്തിന് അതാ നിൽക്കുന്നില്ല, പിന്നെയും പൊട്ടിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ കരച്ചിലിങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചു, അമാതഅലം അന്നൽ മൗത സബീലുൻ ലാ ബുദ്ദ മിൻഹു, മരണം ആർക്കും സംഭവിക്കുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കാതെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബലാ, മരണം എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെ. വലാകിൻ നബ്കി അലാ മാ അസ്ബഹ വ അംസാ ഫീഹി അഖീ, ഞാൻ കരയുന്നത് എന്റെ സഹോദരൻ മരിച്ചതിന്റെ പേരിലല്ല, എന്റെ സഹോദരന് ഖബറിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ഓർത്തിട്ട് എനിക്ക് തീരെ സമാധാനമില്ല. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ? ഖബറിൽ വെച്ച് നടന്ന വിഷയം നിങ്ങളെങ്ങനെ പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മറഞ്ഞ കാര്യം മറിഞ്ഞതല്ല. ഖബറിൽ ഞാൻ എന്റെ സഹോദരനെ മറമാടിയതിനു ശേഷം, നന്നായി മണ്ണ് തട്ടിയതിനു ശേഷം, ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയതിനു ശേഷം ഞാനൊരല്പസമയം എന്റെ സഹോദരന്റെ ഖബറിലിരുന്നു. അപ്പോൾ ഖബറിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, أفردوني وحيدا أقاسي العذاب قد كنت أصوم قد كنت أصلي. എന്താണ് വല്ലാത്ത വേദന തന്നെ, വല്ലാത്ത വേദനയും വിഷമവും തന്നെ. എന്നെയും മറമാടി ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയല്ലോ. ഞാൻ നന്നായി നിസ്കരിച്ചവനല്ലേ, ഞാൻ നന്നായി നോമ്പെടുത്തവനല്ലേ. എന്റെ സഹോദരന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, ഞാനും കരഞ്ഞുപോയി. എന്റെ മനസ്സിൽ തോന്നി, മണ്ണൊന്ന് നീക്കിയാലോ. ഖബറിന്റെ മണ്ണ് ഞാൻ മെല്ലെ മെല്ലെ നീക്കി അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്ന് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഖബറിന്റെ അടുത്തേക്ക് അവസ്ഥ നോക്കാൻ വേണ്ടി ഞാൻ ഖബർ മെല്ലെ ഒന്ന് തുറന്നപ്പോ ഖബർ മുഴുവനും തീയാൽ കത്തുന്നു. ആ തീ കത്തുന്നത് കാണുന്ന ഞാൻ, കഴുത്തിൽ നിന്നാണല്ലോ തീ വരുന്നത്, കഴുത്തിലെന്തോ ഒരു തീ കഷ്ണം അടിയിക്കപ്പെട്ടത് ഞാൻ കാണുന്നു. എന്റെ സഹോദരനോടുള്ള എന്റെ രക്തബന്ധമില്ലേ, എന്റെ രക്തം തന്നെയല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വല്ലാത്ത അലിവ് തോന്നി. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് പെട്ടെന്ന് അതൊന്നെടുത്ത് നീക്കണമെന്ന് തോന്നി. ഞാൻ എന്റെ കൈയൊന്നങ്ങ് നീട്ടിപ്പോയി. എന്റെ വിരലുകളും കൈകളും കത്തിക്കരിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അതുവരെ തുണിയുടെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൈ പെട്ടെന്ന് തുണി നീക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങ് കാണിച്ചു തന്നു. കൈ കത്തിക്കരിഞ്ഞത് ഞങ്ങളും അനുഭവിച്ച് കണ്ടു. ഉടനെ തന്നെ അദ്ദേഹം അതാ പറയുന്നു, മണ്ണും അവിടെ തട്ടി ഞാൻ തിരിച്ചു വന്നു.
ഞാനിങ്ങനെ ചിന്തിച്ചു, വല്ലാത്തൊരവസ്ഥ തന്നെ. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് ബിൻ യൂസഫുൽ ഖർബാനി തങ്ങൾ പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ സഹോദരന്റെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, നല്ല മനുഷ്യൻ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, പക്ഷേ ലാ യുഅദ്ദി സകാത്ത മിൻ മാലിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തിരുന്നില്ല. അപ്പോഴല്ലേ ഞങ്ങൾ അവിടെ വെച്ച് ഖുർആനിലെ ആയത്തങ്ങോതി, വലാ يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطبقون ما بخلوا به يوم القيامة. അല്ലാഹു പറഞ്ഞതല്ലേ, നമ്മൾ കൊടുത്തതിന് ചെലവഴിക്കേണ്ടതിന് ചെലവഴിക്കാതെ ദുഃഖതയോടെ കെട്ടിപ്പൂട്ടി വെക്കുന്ന ജനങ്ങൾ അതവർക്ക് ഹൈറാണെന്ന് ധരിച്ചു പോകണ്ട, അതവർക്ക് കടുത്ത നാശമാണ്. അവർ യുക്തതയോടെ കെട്ടിപ്പൂട്ടി വെച്ചതില്ലേ, അത് ഖിയാമനാളിൽ അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന തീയിന്റെ ആഭരണമാണ്. ഓ സഹോദരന്മാരെ, എന്ത് തന്നെ സമ്പാദിച്ചിട്ടെന്താണ്? നീ എത്ര വലിയ മാളിക പണിതുണ്ടാക്കിയാലും, എത്ര വലിയ എസ്റ്റേറ്റുകൾ സമ്പാദിച്ചാലും, എത്ര വലിയ ബിൽഡിങ്ങുകൾ പണിതുയർത്തിയാലും, എത്ര തന്നെ കൃഷികൾ ഉണ്ടായിരുന്നാലും, എത്ര പൊന്നും പണവും നിനക്കുണ്ടായിരുന്നാലും, ഒരു ദിവസം മുഴുവനും വിട്ടുകൊണ്ട് വെറും 3 തുണിയും കൊണ്ട് യാത്ര പോകണ്ടേ? എനിക്കും നിങ്ങൾക്കും ഒരൽപ്പം പരുത്തിയല്ലാതെ, തുണിയല്ലാതെ ഒന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഖബറിൽ പോയി കിടക്കേണ്ടതില്ലേ? മഹ്ശറയിൽ നമ്മോട് ചോദ്യമില്ലേ? ചോദിക്കട്ടെ, പോകുന്ന സ്ഥലത്തേക്ക് സമ്പാദിക്കുന്നതിന് പകരം, പോകുന്ന സ്ഥലത്തേക്ക് ആവശ്യമുള്ളത് തയ്യാറാക്കുന്നതിന് പകരം, കുറഞ്ഞ കാലം ഏതെങ്കിലും നിലയ്ക്ക് ജീവിച്ച് മരിക്കുന്ന ഈ താഴ്ന്ന ലോകത്തിന് പൂജയും നൽകിയിട്ട് ജീവിക്കാമോ നമുക്ക്? ആഖിറം ചിന്തിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കണേ. കച്ചവടക്കാരേ, മുതലാളിമാരേ, അത്താജിറു സാദിഖുൽ അമീൻ, സത്യം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവൻ, അതുപോലെ കൊടുക്കേണ്ടത് കൊടുത്തു വീട്ടിക്കൊണ്ട് ബിസിനസ് നടത്തുന്നവൻ, അമാനത്തോടുകൂടെ അതാ ബിസിനസ് നടത്തുന്നവൻ, മഅൽ അംബിയാഇ വസ്സുഹദാ, അവൻ അമ്പിയാക്കളുടെ കൂടെയും സുഹദാക്കളുടെ കൂടെയും ഔലിയാക്കളുടെ കൂടെയും അത്തരം മുതലാളിമാർക്ക്, അത്തരം ബിസിനസ്സുകാർക്ക് സ്ഥാനമുണ്ട് കേട്ടോ. പക്ഷേ ഏത് കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാകണം. ഒരിക്കലും പാവപ്പെട്ടവന്റെ ഹക്ക് നമ്മളെ കൈവശത്തിൽ വെച്ച് കൂടരുത്. ഒരിക്കലും കൊടുക്കേണ്ടതിന് കൊടുക്കാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കരുത്. എത്ര നിങ്ങൾ കൊടുക്കുന്നുണ്ടോ പകരം കൊടുക്കാൻ റബ്ബിന്റെ അടുക്കലില്ലേ? നമ്മൾ എത്ര തന്നെ വെള്ളം കോരിയെടുക്കുന്നുണ്ടോ അത്രയും കിണറ്റിൽ ഉറന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതേ സമയത്ത് കോരിയെടുക്കാത്ത കിണറ്റിൽ ദിവസേന വെള്ളം കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് കൊടുക്കുന്നവന് കൊടുക്കാൻ റബ്ബിന്റെ ഖജനാവിലില്ലേ? അത് കണക്കിലെടുത്ത് കൊടുക്കാൻ തയ്യാറാകണമെന്ന് സർവ്വ ബിസിനസ്സുകാരോടും മുതലാളിമാരോടും ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ വഅദ് നാളെയും മറ്റന്നാളും കൂടി ഉണ്ടാകും. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ദിക്ർ ഹൽഖയും കൂടി ഉണ്ടാകുന്നതാണ്. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫി തങ്ങളും മറ്റ് സയ്യിദന്മാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് കൂടി അറിയിക്കുന്നു. ബീരാൻ നമ്മുടെ ഈ വേളന്റെ സദസ്സിൽ വന്ന എന്റെ ഒരു എളിയ സുഹൃത്താണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മരിച്ചുപോയ വാപ്പയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സ്ഥാപനവുമായി
ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അത് പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകുകയും അദ്ദേഹത്തിന്റെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ഇന്നിവിടെ നമ്മുടെ വഅദിന്റെ സദസ്സിൽ വന്നതാണ്. അദ്ദേഹം ഒരു ലോഡ് കല്ല് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളവരും അതിനോട് തുടർന്ന് അവരവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണം എന്ന് ഉണർത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടി കുറെ പറഞ്ഞ് നേരം പൊക്കാനൊന്നും ഇല്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. ഒരു സഹോദരി ഇപ്പോൾ കാതിലെ എന്താ പറയാ, കാതില കൊടുത്തയച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. സഹോദരിമാർ അങ്ങനെ വളരെ നേരത്തെ തന്നെ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്ക് എപ്പോഴും തലചുറ്റലാണ്, സുഖമാവാൻ ദുആ ചെയ്യണം. എൻ്റെ ഭർത്താവിൻ്റെ മോശമായ സ്വഭാവങ്ങളും മോശമായ കൂട്ടുകെട്ടുമൊക്കെ അത് നന്നായി കിട്ടണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സ്ത്രീയുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ അവരുടെയോ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടെയോ ഭർത്താക്കന്മാർ അവർക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങളോ മോശമായ കൂട്ടുകെട്ടുകളോടെങ്കിൽ നീ അത് നീക്കം ചെയ്ത് അവർക്ക് നല്ലവരോട് കൂട്ടുചേരാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. എത്ര ഉറുപ്പിക വരും ചെങ്കല്ലിനും മറ്റേ കല്ലിനും ചോദിച്ചുകൊണ്ടായിരിക്കും. ചെങ്കല്ല് ഒരു ലോഡിന് 5400 ഉറുപ്പിക വരും. ബോളറിന് 1800 ഉറുപ്പിക വരും. ചെങ്കല്ല് ഒന്നിന് 18 ഉറുപ്പിക വരും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അവരവരുടെ കഴിവനുസരിച്ച് എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ ദുആ ചെയ്യുന്നു. 45 വയസ്സിനിടയിൽ ഉസ്താദ് പറഞ്ഞതുപോലത്തെ ഒരു നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തിയോടെ നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും തൗഫീഖിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിൽ പലർക്കും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. ഇനി ആ രൂപത്തിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടുകൂടി അള്ളാഹുവിനോട് അതിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ദിവസം 2 ഉള്ളൂ. വിഷയം ഇനിയും 2, 3, 4 വിഷയം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും വാക്കുകളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയ 3 പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭർത്താക്കളെ കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ പെൺകുട്ടികൾക്ക് ഖൈറായ ഭർത്താക്കന്മാരെ നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലി സംബന്ധമായ പ്രശ്നത്തിൽ കോടതിയുടെ അനുകൂല വിധി നടപ്പിലായി കിട്ടാൻ ദുആ ചെയ്യാൻ ഒരു പ്രവർത്തകൻ പറഞ്ഞു. അല്ലാഹുവേ, അവർക്ക് നീ ഖൈറായ വിധി നൽകണം റഹ്മാനെ. ജോലിയിൽ പ്രവേശിച്ച് 3 കൊല്ലമായി അംഗീകാരം കിട്ടിയിട്ടില്ല, അതിന് സംഭാവന കൊടുത്തയച്ചവർക്ക് നീ അംഗീകാരം നൽകണം റഹ്മാനെ. അതുപോലെ ബിസിനസ് നടത്തുന്നതിനിടയിൽ വലിയ തുക 10 ലക്ഷം ഉറുപ്പിക സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഖത്തറിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ് നീ ഖൈറായ നിലക്ക് പുരോഗമിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ 8 ലക്ഷത്തോളം ഉറുപ്പിക സംഭാവനയും നേർച്ചയുമായി തരാമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെ ബിസിനസ് നീ ഖൈറായ വഴിയിൽ പെട്ടെന്ന് തന്നെ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ കടയിൽ ബലതയുടെയും മറ്റും പ്രശ്നം കൊണ്ട് വളരെ വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഭർത്താവിന് ഖത്തറിൽ വിസ അടിച്ചിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ മുഴുവനും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വിദേശത്തുള്ള എല്ലാവർക്കും നീ ഖൈറായ നിലക്ക് അവരുടെ വഴികളൊക്കെ വിസയും ഇഖാമയും ഒക്കെ നീ എളുപ്പമാക്കണം റഹ്മാനെ. മകൾക്ക് 8 വയസ്സ് തൊണ്ടയ്ക്ക് ചെറിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. കുട്ടി പേടിച്ച് കരയുന്നു. സലാമത്താകാൻ ദുആ ചെയ്യണം. 500 ഉറുപ്പിക. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പരീക്ഷയിൽ വലിയ മാർക്കോടെ ജയിക്കാൻ ഒരു വിദ്യാർത്ഥി. അല്ലാഹുവേ, ആ കുട്ടിക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെയും നീ പരീക്ഷയിൽ നല്ല വിജയം നൽകണം റഹ്മാനെ. സഹോദരന് കാലുവേദന കൊണ്ട് ഗൾഫിൽ നിന്ന് ഒരു കാലുവേദനയായിരുന്നു വന്നത്. ഇപ്പോൾ പഴുപ്പാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ, നീ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. വളരെ സ്നേഹിക്കുകയും വളരെയേറെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാൾ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ, റബ്ബേ നിനക്കറിയും, അദ്ദേഹം രോഗത്തിലായി ആശുപത്രിയിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കാലിന്റെ പഴുപ്പ് വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഞങ്ങളുടെ സൂഫി ഹാജിയും പോക്കർ ഹാജിയും ഒക്കെ രോഗമുള്ളവരുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇവിടെ ഇതിന്റെ ചുറ്റുഭാഗത്ത് ആരോഗ്യമില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറഞ്ഞ് അവരുടെയൊക്കെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായി തന്നെ നിലനിൽക്കുകയാണ്. ദിനേന
എത്രയോ ആളുകൾ നേർച്ചകളും സംഭാവനകളുമായി ഈ സ്ഥാപനത്തിലെത്തുകയും അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വലിയ വലിയ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് അറിയപ്പെട്ട ഒരു വസ്തുതയാണ്. സിറാജുൽ ഹുദയുടെ കീഴിൽ ഏകദേശം 6000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 400-ലധികം സ്റ്റാഫുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ അധ്യാപന രംഗത്തും മറ്റുമായി സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായ സേവനങ്ങൾ അർപ്പിക്കുകയും വിദേശ നാടുകളിലുള്ള നല്ലവരായ പ്രവർത്തകന്മാരും ഉദാരമതികളും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അധ്വാനിക്കുന്നതിനിടയിൽ അവരാൽ കഴിയുന്ന സംഭാവനകൾ സഹായങ്ങൾ സ്വരൂപിച്ച് എത്തിച്ചു തരുന്നതും നേർച്ചപ്പെട്ടികളിലും അതുപോലെ സംഭാവന റിസീവർമാരുമായി സഹകരിച്ചും ജനങ്ങൾ നിക്ഷേപിക്കുന്നതും എത്തിക്കുന്നതുമായ സഹായങ്ങളല്ലാതെ ഈ മഹത്തായ സ്ഥാപനത്തിന് സ്ഥായിയായ വരുമാനമൊന്നും പറയത്തക്ക ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഒരു മാസത്തിൽ ചെലവ് വരുന്ന ഈ സ്ഥാപനം ധർമ്മസ്ഥാപനങ്ങളുടെ വകുപ്പിൽ മാത്രം 8 ലക്ഷം രൂപയോളം മാസത്തിൽ ചെലവ് വരുന്നുണ്ട്. 2.5 ലക്ഷം 3 ലക്ഷം രൂപയോളം നേർച്ച സംഭാവന ഇനത്തിൽ വരുന്നത് കഴിച്ച് ബാക്കി മുഴുവനും ജനങ്ങളോട് പ്രസംഗിച്ചും അതുപോലെ പറഞ്ഞും പിരിവെടുത്തുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥാവിശേഷമാണ്. സ്ഥാപനത്തിന് സ്ഥിരം വരുമാനമുണ്ടാക്കാനുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണമാണ് ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയം. എല്ലാ ജനങ്ങളുടെയും ദുആയും സഹകരണവും സഹായവും അത് എന്നും ഈ സ്ഥാപനത്തിന് ലഭിക്കുകയാണെങ്കിൽ ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. അള്ളാഹു ഇതുവരെ സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാം മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇരുട്ട് പൊതിഞ്ഞ ഇടവഴികളെ പ്രകാശപൂർണമാക്കാനുള്ള സിറാജുൽ ഹുദായുടെ ശ്രമങ്ങളിൽ നിങ്ങളും പങ്കുചേരുക. മുതഅല്ലിമുകളെയും അഗതികളെയും പരിരക്ഷിക്കാനുള്ള യത്നങ്ങളിൽ ഒരു തുണയാകുക. വിദേശത്തു നിന്നും സംഭാവനകൾ അയക്കുന്നവർ സിറാജുൽ ഹുദ കറന്റ് അക്കൗണ്ട്, കനറ ബാങ്ക്, ചാലപ്പുറം, കോഴിക്കോട് എന്ന പേരിൽ DD എടുത്ത് സിറാജുൽ ഹുദ ഓഫീസിൽ തന്നെ നിങ്ങളുടെ പൂർണ്ണ വിലാസത്തോടെ എത്തിക്കേണ്ടതും റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതും സംഖ്യയോ ഡ്രാഫ്റ്റോ നേരിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ചെക്കുകളും ഇന്ത്യയിൽ നിന്നെടുക്കുന്ന ഡ്രാഫ്റ്റുകളും സിറാജുൽ ഹുദ കറന്റ് അക്കൗണ്ട് 5704591465 SBT കുറ്റ്യാടി എന്ന പേരിലെടുത്ത് സിറാജുൽ ഹുദ ഓഫീസിലെത്തിച്ച് റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതും ബാങ്കിലേക്ക് നേരിൽ അയക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ, മണി ഓർഡറുകൾ, കത്തുകൾ എന്നിവ ഓഫീസിലേക്ക് അയക്കേണ്ട വിലാസം: സെക്രട്ടറി ഓർ മാനേജർ, സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, കുറ്റ്യാടി 673508, കോഴിക്കോട്, കേരള, ഇന്ത്യ. ടെലിഫോൺ ഓർ ഫാക്സ് 04962596 2596 497 2596 498. ദീനും ഇൽമും പരിപോഷിപ്പിക്കാനുള്ള സിറാജുൽ ഹുദയുടെ ശ്രമങ്ങളിൽ നിങ്ങളുടെ ഹൃദയപൂർവമായ കൈനീട്ടങ്ങളും ഐക്യദാർഢ്യവും വളരെ പ്രധാനമാണ്.